തിങ്ക് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ വാർഷിക പ്രസംഗ മത്സരം 5ാം പതിപ്പ് ഫൈനൽ റൗണ്ട് നാളെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടന്ന പ്രാഥമിക മത്സരത്തിൽ വിജയിച്ച 20 മത്സരാർത്ഥികളാണ് ഫൈനൽ റൗണ്ടിൽ മാറ്റുരക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര മത്സരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് TSF മുഖ്യ സംഘാടകൻ PK പ്രദീപ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ തിങ്ക് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ TSF എന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ്. ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാമോ, സൊസൈറ്റിയിൽ ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റി ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഫൗണ്ടേഷനാണ്. പേഴ്സണലായിട്ടാണെങ്കിലും ഇതൊരു പബ്ലിക് ടൈപ്പ് ചാരിറ്റി ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ്. അപ്പോൾ അങ്ങനെ പല ഏരിയസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ്. അതൊരു ഏരിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഏകദേശം 140ഓളം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഏകദേശം ഒരു കൊല്ലം തന്നെ ഒരു 10,000-50,000 പാസ് ഔട്ടായിട്ട് വരുന്നുണ്ട്. ഇവരുടെ എംപ്ലോയബിലിറ്റി ഇപ്പം ഏത് റിപ്പോർട്ട് നോക്കിയാലും എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ്. ഒന്ന്, മിക്ക റിപ്പോർട്ട് ഏത് റിപ്പോർട്ട് ഇന്റർനെറ്റ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ്. അപ്പോൾ ഇത്രയും പഠിച്ച ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞത് കൊണ്ട് മാത്രം എംപ്ലോയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ അതിനൊരു സൊല്യൂഷനായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എന്ത് എനിക്ക് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐഡിയ എന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പം നാളത്തെ ഒരു പ്രോഗ്രാമായിട്ട് പറയുന്നത് ഒരു TSF ആനുവൽ സ്പീക്കിംഗ് കോൺടെസ്റ്റ്. അത് ഓൺലി എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്ന് ഇതൊരു വലിയൊരു പോപ്പുലേഷനാണ്. ഒരു 50,000 മൾട്ടിപ്ലൈഡ് ബൈ 4 years. അപ്പോൾ 200,000 ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നാളത്തെ ഇത് സ്പീക്കിംഗ് കോൺടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒക്ടോബർ മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നവീനും മറ്റുള്ള സ്റ്റുഡൻറ് ഇതും പറഞ്ഞുതരും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു കോൺടെസ്റ്റ് കൊണ്ട് കുട്ടികളിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ നമ്മളെ സൈഡിൽ നിന്ന് തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പൈലറ്റ് സ്റ്റേജെല്ലാം കംപ്ലീറ്റ് ആയതാണ്. അതായത് ടോസ്റ്റ് മാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ അതൊരു ക്ലബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. ആ ക്ലബിൽ ബൈ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ മീറ്റിങ്ങിൽ ആ മെമ്പേഴ്സിന് സ്പീക്ക് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേമാതിരിയുള്ള ഒരു ക്ലബ്ബ് നമ്മൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നവീൻ മനോമോഹൻ, ലാവണ്യ നീലിയത്ത്, ആദിഷ്, സ്വാതിക എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, we'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.